വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനസാരത്തിൻ്റെ ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ജൂലൈ 4 വ്യാഴാഴ്ച. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ ഈശോ അവനോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, അതിനാൽ കിടക്കയുമെടുത്ത് പോവുക എന്ന്. ഇത് കേട്ട് അവിടെ കൂടിയിരുന്ന ജനപ്രമാണികൾ പിറുപിറുക്കുകയാണ്. ദൈവത്തിനല്ലാതെ വേറെ ആർക്കും പാപങ്ങൾ പൊറുക്കുവാൻ സാധിക്കുകയില്ല എന്നിരിക്കെ ഇവൻ എങ്ങനെയാണ് നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു അനുഗ്രഹം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ നിരവധിയായ പാപങ്ങൾ ദൈവം പൊറുക്കണമേ എന്നുള്ളതാണ്. വളരെ ക്ഷണികമായ ഒരു ജീവിതമാണ് നമ്മുടേത്. ഈ ഭൂമിയുടെ ജീവിതം അവസാനിക്കുമ്പോൾ സ്വർഗീയമായ ഭവനത്തിലേക്ക് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാതിരിക്കാൻ നമ്മളെ തടയുന്നത് നമ്മുടെ പാപമാണ്. ഇന്ന് ഈശോ ഈ തളർവാദ രോഗിയോട് പറയുന്ന വാക്കുകൾ നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക, ദൈവത്തിൻ്റെ പാപമോചനം ലഭിക്കുവാൻ എനിക്ക് അർഹതയുണ്ടോ? തളർവാദ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന് ചില കാര്യങ്ങളിൽ നിന്ന് സ്വമേധയാ മാറുവാൻ സാധിക്കുന്നില്ല. പരസഹായം കൂടാതെ അവന് ഒന്നിൽ നിന്നും ചലിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ല എങ്കിൽ നമ്മൾ ഈ തളർവാദ രോഗിയെ പോലെ തളർന്നൊരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്ന ദൈവമേ, ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ ഞങ്ങളെ നിഷ്ക്രിയാക്കിയിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനസാരം വചനസാരം.